കോഴിക്കോടിന് ചുറ്റുമൊക്കെ വൈദ്യുതി കടത്തിവിടണം അല്ലെങ്കിൽ കറണ്ട് കമ്പി സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കാത്ത എത്ര പേരാണ് ഉള്ളത്? അതുകൊണ്ട് കുറേ ആൾക്കാർ പിന്മാറുന്നു. നമ്മുടെ പുരയിടത്തിന് ചുറ്റുമുള്ള വേലിയിലും കോഴിക്കോടിന് ചുറ്റുമൊക്കെ വൈദ്യുതി കടത്തിവിടണം അല്ലെങ്കിൽ കറണ്ട് കമ്പി സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കാത്ത എത്ര പേരാണ് ഉള്ളത്? ഒരുപാട് പേര് അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാവും. പലപ്പോഴും കാണുന്ന അപകടങ്ങൾ, നമ്മൾ പത്രത്തിലും വാർത്തയിലൊക്കെ അറിയുന്ന അപകടങ്ങൾ കാരണം അതുകൊണ്ട് കുറേ ആൾക്കാർ പിന്മാറുന്നു. കുറേ ആൾക്കാർ ആരും അറിയാതെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്? അത് ചെയ്താലുള്ള അപകടം എന്താണ്? നമ്മളതിനെപ്പറ്റി ചിന്തിക്കാറില്ല. കാരണം സാധാരണ രീതിയിൽ എല്ലാവരും കാണുന്നതാണ് വൈദ്യുത വേലികൾ, ഇലക്ട്രിക് ഫെൻസിങ്ങുകൾ ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പലയിടത്തും അപകടം എന്നൊക്കെ എഴുതി ബോർഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വൈദ്യുത വേലികൾ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. ഇതൊക്കെ കാണുമ്പോൾ ഒരുവിധമുള്ള സാധാരണക്കാരെല്ലാം വിചാരിക്കുന്നത് എന്താണെന്ന് അറിയുമോ? നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി തന്നെയാണ് ഈ വേലിയിലൂടെ കടത്തിവിടുന്നത് എന്നൊരു ധാരണ അവരുടെ മനസ്സിലുണ്ടാകും. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അവർക്ക് വൈദ്യുതി അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് അവരുടെ വീട്ടിൽ ലഭിക്കുന്ന ആ ഒരു കറണ്ട് മാത്രമേ അവരുടെ മനസ്സിൽ വരുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ചിന്ത വരുന്നതും. കുറച്ച് കോഴിയെ വളർത്തുന്നവർക്കൊക്കെ മറ്റു മൃഗങ്ങളുടെ ശല്യം ഭയങ്കരമായിരിക്കും. അവർ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഒരു കോഴിക്കോടിനൊരു സംരക്ഷണം കൊടുക്കണം, അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്താണ്? വൈദ്യുതി കടത്തിവിടുക. ആ ഒരു മാർഗ്ഗമായിരിക്കും അവരുടെ ചിന്തയിലേക്ക് വേഗം വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് നമ്മൾ എപ്പോഴും കാണുന്നു, വൈദ്യുതി വേലികൾ സ്ഥാപിച്ചിരിക്കുന്നു. വന്യമൃഗങ്ങളെയൊക്കെ അകറ്റി നിർത്താനുള്ള ഒരു മാർഗ്ഗമാണ് അതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ലഭിക്കുന്ന അതേ വൈദ്യുതി തന്നെയാണ് ഈ വൈദ്യുത വേലികളിലും ഇലക്ട്രിക് ഫെൻസിങ്ങുകളിലും കടത്തിവിടുന്നതെന്ന് ഒരു ധാരണ മനസ്സിൽ വരുന്നത് കൊണ്ടാണ് അവർ വേഗം തന്നെ ഈ കോഴിക്കോടിനോ അല്ലെങ്കിൽ ചുറ്റുമുള്ള വേലിക്കൊക്കെ സംരക്ഷണം കൊടുക്കാനായിട്ട്, മറ്റ് ശല്യങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വൈദ്യുതി കടത്തിവിടാൻ അവർ ശ്രമിക്കുന്നത്. ഇത് അപകടമാണെന്ന് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നമുക്കറിയാം, നമുക്ക് നല്ല ഇത് ചെയ്യാൻ പോകുന്ന ഒരാൾക്കറിയാം വൈദ്യുതി അപകടമാണ്. പക്ഷെ നമ്മുടെ എല്ലാം മനസ്സിലൊരു ഒരു വിചാരമുണ്ട്. എന്താണെന്നറിയുമോ? ഓവർ കോൺഫിഡൻസ്. അതായത് അപകടം മറ്റുള്ളവന് വരാനുള്ളതാണ്, നമുക്ക് വരാനുള്ള സാധനമല്ല അപകടം. അത് നമ്മൾ എവിടെ നോക്കിയാലും പത്രം വായിക്കുമ്പോഴും നമുക്ക് വന്ന അപകടമല്ലല്ലോ നമ്മൾ പത്രത്തിൽ കാണുന്നത്, മറ്റൊരാളുടെ അപകടമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഞാനത് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ ഞാനത് ശ്രദ്ധിക്കും എന്നൊരു ധാരണയിലാണ്, വേലിയിലാണെങ്കിൽ കോഴിക്കോടിന് ചുറ്റുമൊക്കെ വൈദ്യുത വേലി അല്ലെങ്കിൽ വൈദ്യുതി കടത്തിവിടുന്ന കമ്പികൾ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതിൻ്റെ മെയിൻ കാരണം അതാണ്. ശരിക്കും ആദ്യം തന്നെ പറയാം, എന്താണ് ഈ ഇലക്ട്രിക് ഫെൻസിങ് എന്താണെന്ന് പറയാം. ഇലക്ട്രിക് ഫെൻസിങ് അല്ലെങ്കിൽ വൈദ്യുത വേലി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ഉദ്ദേശിക്കുന്നത് പോലെ വീട്ടിലെ വൈദ്യുതി ആ വേലിയിലേക്ക് കടത്തിവിടുകയല്ല. ഇതിന് ഒരു പ്രത്യേക എനർജൈസർ, അതായത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം അതിന് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ എനർജൈസർ എന്നാണ് പറയുന്നത്. ഈ എനർജൈസറിൽ നിന്നും ഒരു വലിയ വോൾട്ടേജ്, അതായത് വളരെ ചെറിയ കറണ്ടുള്ള ഒരു വലിയ വോൾട്ടേജ് അതിൽ നിന്ന് പൾസായിട്ടാണ്, പൾസ് എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡ് ഇടവിട്ടാണ് വൈദ്യുതി ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൊണ്ട് തന്നെ നമ്മൾ ആ വൈദ്യുതി വേലിയിൽ നമ്മൾ സ്പർശിക്കുമ്പോൾ, മൃഗങ്ങളായാലും മനുഷ്യനായാലും തറയിൽ നിന്നുകൊണ്ട് സ്പർശിക്കുമ്പോൾ വൈദ്യുതി നമ്മുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി ഭൂമിയിലേക്ക് പോകുന്ന അതേസമയം ഒരു സെക്കൻഡ് സമയം നമുക്ക് ലഭിക്കുകയും എന്നാൽ നല്ല ഒരു വേദന നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുകയും ചെയ്യും. ആ വേദന കൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് ആ ഒരു സെക്കൻഡിനുള്ളിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ വേദന കിട്ടുന്നതിനുള്ളിൽ നമ്മൾ പിന്മാറും. ഇതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. ആ സെക്കൻഡുകളുടെ ഗ്യാപ്പ് അതിനകത്ത് വരുന്നില്ല. കൂടുതൽ കറണ്ടും അതിലൂടെ പ്രവഹിക്കാനുള്ള ശേഷിയുമുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ വൈദ്യുതി വേലിയിൽ കടത്തിവിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. കാരണം നമ്മൾ അതിൽ തന്നെ അകപ്പെട്ടു പോവുകയും അപകടം സംഭവിക്കുകയും വലിയ ദുരന്തത്തിലേക്ക് പോവുകയും ചെയ്യും. ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാരൊക്കെ അപകടത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഈ വൈദ്യുത വേലിക്ക് ഉപയോഗിക്കുന്ന എനർജൈസർ ഒരു അപകടമില്ലാത്ത രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. പൾസുകളായിട്ടാണ് വൈദ്യുതി അതിലൂടെ പ്രവഹിക്കുന്നത്. നമുക്കത് കാണാൻ പറ്റില്ല. ഇടപെട്ട് ഓരോ സെക്കൻഡ് ഇടപെട്ടാണ് അതിങ്ങനെ വൈദ്യുതി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഒരു മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചില ഉപകരണങ്ങൾക്ക് ഈ ബീപ്പ് ബീപ്പ് എന്നുള്ളൊരു ശബ്ദം കേൾക്കുമല്ലോ, അതെങ്ങനെയാണ്? ഒരു പൾസുകളായിട്ടാണ് അല്ലെ, ബീപ്പ് 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 അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇതിൽ നിന്ന് വൈദ്യുതി പോകുന്നത്. ഓരോ സെക്കൻഡ് ഇടവിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ ശക്തമായ കറണ്ട് അല്ലെങ്കിൽ വളരെ കൂടിയ അളവിലുള്ള കറണ്ട് നമ്മുടെ ദേഹത്തൂടെ കടത്തി വിടുത്തതുമില്ല. വളരെ ചെറിയ കറണ്ടാണ് കടത്തി വിടുന്നത്. എന്നാൽ നമുക്ക് നല്ലൊരു വേദന ഉണ്ടാക്കുന്ന കറണ്ടുമായിരിക്കും. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോഴോ അല്ലെങ്കിൽ ഇതിന് മുമ്പ് തന്നെ, ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവുണ്ടായിരുന്നെങ്കിലോ, നല്ലൊരു ശതമാനം ആൾക്കാരുടെയും മനസ്സിൽ ഒരു ധാരണയുണ്ട്. എന്താണെന്നറിയാമോ? ഓവർ കോൺഫിഡൻസ്, അതായത് അമിത ആത്മവിശ്വാസം എന്ന് പറയുന്നത്. കാരണം അവർ ചെയ്യുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചുകൊള്ളാമെന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ
വന്നിട്ട് ഒരു കോഴിക്കൂടിന് സംരക്ഷണം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വേലിയിൽ സംരക്ഷണം കൊടുക്കുമ്പോൾ അവർ ഒരു പ്രത്യേക ഒരാളെയോ അല്ലെങ്കിൽ ഒരു ജീവിയോ ഒക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അവർക്കത് അറിയാം, കറക്റ്റ് ടൈം, ഏകദേശം ടൈം അത് അവരുടെ മനസ്സിലുണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ട് അവരത് സെറ്റ് ചെയ്യുകയും വീടിനുള്ളിലെ വൈദ്യുതി ഇപ്പോൾ പ്ലഗിൽ നിന്നോ മെയിൻ സ്വിച്ചിൻ്റെ ഭാഗത്ത് നിന്നോ കൊണ്ടുവന്ന് കോഴിക്കോടിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് കമ്പികൾ വലിച്ചു കെട്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വേലിയിൽ ഈ കമ്പി വേലിയൊക്കെ ആണെങ്കിൽ അതിലോട്ട് കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കും, രാത്രി കാത്തിരിക്കും. അത് ഒരു ഓവർ കോൺഫിഡൻസിൻ്റെ ഭാഗമാണത്, ഒരു അമിത ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണത്. ഇങ്ങനെ കാത്തിരുന്ന് ചിലപ്പോൾ നായ്ക്കളുടെ ശല്യമൊക്കെ ആയിരിക്കാം, ഒരു ചിലപ്പോൾ 10 മണി 11 മണിക്കൊക്കെ ഇങ്ങനെ കാത്തിരുന്നിട്ട് അവിടെ നായ്ക്കളുടെ അനക്കമൊക്കെ തട്ടുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കുക. മൃഗങ്ങളൊക്കെ വന്നിട്ട് അതിനകത്ത് തട്ടിയിട്ട് ഒരു നിലവിളി ശബ്ദത്തോടുകൂടി ഇത് പിന്തിരിഞ്ഞ് ഓടുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാകും. അതായത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നൊരു ധാരണ വരുമ്പോൾ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്, ആ സ്വിച്ച് ഓൺ ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് അന്ന് രാത്രി അത് ഓഫ് ചെയ്ത് കടന്ന് ഉറങ്ങിയിട്ട് പിറ്റേന്ന് എന്ത് ചെയ്യും, കുറച്ച് നേരത്തെ അത് ഓൺ ചെയ്ത് വെച്ചേക്കും. അതായത് ആ മൃഗം വരാൻ സാധ്യതയുള്ള ഒരു സമയം നമ്മുടെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് നമ്മളത് ഓൺ ചെയ്ത് വെക്കും. ഓൺ ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എത്തി നോക്കും, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊന്ന് എത്തി നോക്കും. തൊട്ടടുത്ത ദിവസവും കൂടെ ഓൺ ചെയ്ത് വെച്ചിട്ട് അങ്ങ് ഉറങ്ങാൻ കിടക്കും. അപ്പോൾ ആ ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിൽ ധാരണ എന്താണ്, വെളുപ്പിനെ അത് എടുത്ത് മാറ്റണം, നേരം വെളുക്കുന്നതിന് മുമ്പേ എടുത്ത് മാറ്റണം. ചിലപ്പോൾ അലാറം വരെ അത് സെറ്റ് ചെയ്ത് വെക്കാം. സെറ്റ് ചെയ്ത് വെച്ചിട്ട് വെളുപ്പിനെ പോയി അത് എടുത്ത് മാറ്റും. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ദിവസങ്ങൾ പോകുന്നതിനനുസരിച്ചിട്ട് നേരത്തെ ഇത് ഓൺ ചെയ്തിടും. പിന്നെ അലാറം സെറ്റ് ചെയ്യൊക്കെ അങ്ങ് നിർത്തിട്ട് അത് നേരത്തെ പോയി അങ്ങ് ഓഫ് ചെയ്യാം, രാവിലെ അങ്ങ് ഓഫ് ചെയ്യാം എന്നൊരു ധാരണ വന്ന് എന്താ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ ലൈറ്റ് ഇടുന്നതിന് തുല്യം. അതായത് നമ്മൾ പുറത്തൊരു ലൈറ്റ് ഇടുന്നു, വീടിന് പുറത്തുള്ള ഒരു ലൈറ്റ് ഇട്ടിട്ട് നമ്മൾ പലപ്പോഴും അത് മറന്നു പോകും, ഓഫ് ചെയ്യാൻ മറന്നു പോകും അല്ലേ. മുറ്റത്ത് ഇറങ്ങുമ്പോഴായിരിക്കും കാണുന്നത്, പറയും ഇങ്ങനെ വിളിച്ച് പറയും, ഇതാണ്ടെ പുറത്ത് ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മുറ്റത്തെ ടോപ്പ് ലൈറ്റ് ഓഫ് ചെയ്തില്ല, അതങ്ങ് ഓഫ് ചെയ്തേക്കും. പറയും അതെന്താണ്, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ മനസ്സിൽ നിന്ന് അത് വിട്ടുപോകും. അത് അത്രത്തോളം അതിൻ്റെ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യം, അതായത് അതിൻ്റെ അപകടാവസ്ഥ നമ്മുടെ മനസ്സിൽ നിന്ന് കുറഞ്ഞു വരും. ഓരോ ദിവസം കഴിയുന്തോറും അതിൻ്റെ കാഠിന്യം കുറഞ്ഞു വരും. അപ്പോഴെന്ത് സംഭവിക്കും, നമ്മൾ വൈദ്യുതി കൊടുത്ത് വിട്ടിരിക്കുന്നതിനെപ്പറ്റി നമ്മളങ്ങ് മറന്നു പോകുമ്പോൾ ചിലപ്പോൾ രാവിലെ ആയിരിക്കും ആ കോഴിക്കോടിനടുത്തോട്ടോ അല്ലെങ്കിൽ വേലിയുടെ അടുത്തോട്ട് പോകുമ്പോഴായിരിക്കും ഓഫ് ചെയ്തിട്ട് പോകുന്നത്. പിന്നെ എന്ത് ചെയ്യും, അങ്ങോട്ട് പോകുമ്പോൾ അത് ഓഫ് ചെയ്യാൻ തന്നെ മറന്നു പോകും. അവസാനം നമ്മൾ തന്നെ അതിൽ ചെന്ന് പെടുകയും ചെയ്യും, നമ്മളല്ലെങ്കിൽ മറ്റാരെങ്കിലും അതിൽ ചെന്ന് പെടുകയും ചെയ്യും. ഇതാണ് നമ്മുടെ വാർത്തകളിലെല്ലാം കാണുന്നത്. ഈ ഒരു സാഹചര്യമാണ്. തുടങ്ങുന്നത് എങ്ങനെയാണ്, എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പർട്ടിക്കുലർ ടൈമിൽ, അതായത് ഒരു നിശ്ചിത സമയത്തേക്ക് നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഓൺ ചെയ്ത് സ്വിച്ചിനടുത്ത് തന്നെ ഇങ്ങനെ കാത്തു നിൽക്കും. ആ മൃഗമോ മറ്റോ വന്ന് അതിൽ തട്ടുന്നത് വരെ നമ്മൾ കാത്തു നിന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോയി കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യമാണല്ലോ. പിന്നെ നമ്മുടെ ആത്മവിശ്വാസം കൂടി നമ്മൾ അതിൽ നിന്ന് അങ്ങ് വിട്ടുപോകും. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇത്ര ദിവസമായാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒറ്റ ധാരണയിൽ നമ്മളത് ഓഫ് ചെയ്യാതെ ഇരുന്ന് വലിയൊരു അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേലിയിൽ വൈദ്യുതി കടത്തിവിടുക എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി അല്ല കടത്തിവിടുന്നത് എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അതിന് പ്രത്യേകം എനർജൈസർ ഉണ്ട്. എനർജൈസറിൽ നിന്നും വളരെ ശക്തി കുറഞ്ഞ വൈദ്യുതിയാണ് അതിൽ നിന്നൂടെ പുറത്തേക്ക് വരുന്നത്. ചെറിയൊരു വേദന മാത്രം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വൈദ്യുതിയാണ് വരുന്നതും. ആ വൈദ്യുതി വേലി സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേക മുന്നറിയിപ്പുകൾ സ്ഥാപിച്ചിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകിലേക്ക് ഉണ്ട്. അപ്പോൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ നമ്മളെ തന്നെ അപകടത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ഈ വൈദ്യുതി വേലി നമുക്ക് വേണ്ടാന്ന് തന്നെ ചിന്തിക്കാം. അപ്പോൾ വൈദ്യുതി വേലിയെക്കുറിച്ച്, ഇലക്ട്രിക് ഫെൻസിങ്ങിനെ കുറിച്ച് കൂടുതൽ ധാരണ മനസ്സിലുണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അത് കമൻറ്റുകളായിട്ട് അറിയിക്കുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടി, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ആഗ്രഹിച്ചത് കിട്ടിയോ ഇല്ലയോ, തുടർന്നുള്ള വീഡിയോകളിൽ എന്ത് ഉൾപ്പെടുത്തണം, അത് മാത്രം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ ബിജു ഓർജിൻ. നന്ദി.